ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പറോ ബ്ലോഗ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എന്താ കാരണം? താത്തയും ഇപ്പച്ചിയും വരും. അതാണ് ഗൈസ്. അതിന് നമ്മൾ മന്തിയാക്കും, പിന്നെന്ത് വെക്കും, ഫ്രൈഡ് റൈസ്. ഇവൻ എന്റെ കസിനുമാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് ഗൈസ്. ഇവന്റെ ദിവസങ്ങൾക്ക് മൂത്തതാണ് ഞാന്, അങ്ങനെയൊക്കെ പറയാം. എന്റെ മാമന്റെ മോന് അങ്ങനെ പേര് പറഞ്ഞു കൊടുക്ക്. റാസി സാഹദ്. നല്ലൊരു ഗായകനാണ് അല്ലേ? ഞങ്ങൾ പ്രസംഗത്തിലൊക്കെ പൊളിച്ചില്ലേ അല്ലേ? സംഘഗാനം പൊളിച്ച് എന്തെങ്കിലുമൊക്കെ പറയടോ. അപ്പൊ നമ്മളെന്താ ഉണ്ടാക്കുന്നത്? കപ്സ ഓർ ഫ്രൈഡ് റൈസ്. കപ്സ ഒന്നുമില്ല, ഫ്രൈഡ് റൈസ്. ഉണ്ടാക്കണേ? ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ അരി വെള്ളത്തിലിടണം. അരമണിക്കൂർ വെള്ളത്തിലിട്ടതാണിത്. ഇത് അതിലേക്ക് വേണ്ട ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ഇതൊക്കെ കുഞ്ഞു അരിഞ്ഞതുകൊണ്ട് കേട്ടോ. ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ട് കുറേയൊക്കെ അരിച്ചോളം അരിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഇത് കാബേജ്, ബീൻസ്, പിന്നെ ചിക്കന് കുരുമുളകും ഉപ്പും കൂടെ ഇട്ട് വേവിച്ചിട്ട് കൈ കൊണ്ട് പിച്ചിയതാണിത്. പിന്നെ അതിലേക്ക് വേണ്ട മുട്ട ചിക്കിയതാണിത്. മുട്ട ഞാൻ സാധാരണ ഇങ്ങനെ ചിക്കലില്ല, അതിൻ്റെ കൂട്ടത്തിലിടലാണ്. ഇത് അതിലേക്ക് വേണ്ട അരി നമ്മൾ വെള്ളത്തിലിട്ട് നമ്മൾ വാരി വെച്ച അരിയാണ് കേട്ടോ അത്. പിന്നെ അരി നമുക്കൊന്ന് വേവിച്ചെടുക്കണം, അതിന് വേണ്ടി വെച്ച വെള്ളമാണിത്. വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക അരി. അതിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും കൂടെ ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കണം. ഇവിടെ ഇവർ നല്ല കളിയാണ്. അവിടെ നല്ല കളിയാണ് ഗൈസ്. കുഞ്ഞുണ്ടില്ലേ, ഏത് മരത്തുമനെ ഓടി കയറും. എനിക്ക് ഒരു മരത്തുമല ഓടി കയറും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെള്ളം തിളച്ചു കേട്ടോ. അപ്പോൾ അരി ഇടാൻ പോവുകയാണ് ഞാൻ. അരിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഒന്ന് തിളച്ച വേവ് കേട്ടോ. ഇത് അരമണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് പുതിർത്തിയത് കൊണ്ട് തിളച്ച വേവും. അതുകൊണ്ട് അരി ഇട്ടാൽ നമുക്ക് എങ്ങോട്ടും പോകാൻ പാടില്ല, അത് നോക്കി നിൽക്കണം. തിളക്കുമ്പോഴത്തേക്ക് അത് വേവും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. പിന്നെ ഗ്യാസിലാണെങ്കിൽ പെട്ടെന്ന് തിളക്കും. അടുപ്പാകുമ്പോൾ ഒന്ന് കുറച്ച് നേരം കാത്തിക്കണം. അപ്പോഴത്തേക്ക് ഞാൻ അതിലേക്കുള്ള ചിക്കന്, എല്ലില്ലാത്ത ചിക്കനാണ് ശരിക്കും വേണ്ടത് കേട്ടോ. ഇത് ഞാൻ കറിക്ക് വാങ്ങിയ ചിക്കനാണ് ഇവിടെ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് ഉണ്ടാക്കുകയാണ്. ഇതിലേക്ക് കുരുമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി കുഴച്ച് കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു വിസിലടിച്ച് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഫ്രൈ ചെയ്ത ചിക്കനും ഇടാം, പൊരിച്ച ചിക്കൻ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് അതൊന്ന് വിസിലടിപ്പിക്കാൻ വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ വന്ന് നോക്കുമ്പോൾ ചോറ് വെന്ത് പാകത്തിന് അധികം വേവാൻ പാടില്ല കേട്ടോ. 3/4 ഭാഗം വേവാനേ പാടുള്ളൂ. ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. തെറ്റുകളൊക്കെ ഉണ്ടാവും. ഇതിനെക്കാട്ടും നല്ലോണം അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ആ ചോറ് ഒഴിവാക്കിയ ചട്ടി തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചു. അതിലേക്കുള്ള പിന്നെ വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അതിലേക്ക് ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു. ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ വെല്ലുള്ളി ഇട്ടു, പക്ഷേ വെളുത്തുള്ളി ആയിരുന്നു ആദ്യം ഇടേണ്ടത്. ഞാൻ മറന്നുപോയി, വെല്ലുള്ളി ഇട്ടു. അതിന് ശേഷമാണ് ഞാൻ വെളുത്തുള്ളി അതിലേക്കിട്ടത്. ഒന്ന് അതിൻ്റെ ശേഷം ചെറുതായിട്ട് വെന്താൽ മതി കേട്ടോ. അധികം വേവണ്ട. ഒരു വെജിറ്റബിൾസും അധികം വേവണ്ട. ഫ്രൈഡ് റൈസിന് അധികം വേവണ്ട. ഒന്നിങ്ങോട്ട് വാടി കിട്ടിയാൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ ബീൻസ് ഇട്ട് കൊടുത്തു. ബീൻസും ഒന്ന് നന്നായി ഒന്നിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ക്യാരറ്റും നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എന്താക്കി, നമ്മളെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചു. അതിന് ശേഷം ക്യാബേജ് ഇട്ട് കൊടുത്തു. ക്യാബേജ് എല്ലാവരും ചേർക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനെപ്പോഴും ചേർക്കില്ല, എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ക്യാബേജ് ഇട്ട എനിക്ക് ക്യാബേജ് പൊതുവേ ഇഷ്ടമുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ചോറിന് നല്ലൊരു ഫ്ലേവറാണ് ക്യാബേജ് ഇട്ടാൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കൻ ഇട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം സാധാരണ ഞാൻ ഈ വെജിറ്റബിൾസിലേക്ക് തന്നെ വെജിറ്റബിൾസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ച് ചിക്കലാണ് കേട്ടോ. ഇന്ന് നല്ല അടുപ്പിൽ വെക്കുമ്പോൾ അങ്ങനെ മുട്ട ചിക്കിയാൽ കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ മുട്ട ചിക്കി എടുത്തത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുരുമുളകിൻ്റെ പൊടി ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. എനിക്ക് കുറച്ച് എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം കുരുമുളകിൻ്റെ പൊടി ഇട്ടു. സോയാ സോസ് ഒഴിച്ചു. പിന്നെ ചില്ലി സോസും ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില്ലി സോസിൻ്റെ
ഫ്ലേവറും ഇഷ്ടമാണ്, കുറച്ച് എരിവും ഇഷ്ടമാണ്. പിന്നെ ഞാൻ അതിലേക്ക് ചോറ് മുന്നേ വെച്ച് വെക്കണം കേട്ടോ. നന്നായി തണുത്തതിന് ശേഷം ചോറ് ഇടാൻ പാടുള്ളൂ. പക്ഷേ ഞാൻ ചോറ് വെച്ചത് നേരം വൈകിയതുകൊണ്ട് ഞാൻ എന്താക്കി, ഒരു തളികയിൽ കുറച്ച് പരത്തി വെച്ചു ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. നന്നായി തണുക്കണം ചോറ്. ശരിക്കും തലേന്ന് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച ചോറ് കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് നന്നാവുക എന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് എല്ലാവരും. പക്ഷേ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഇതിനൊന്നും സമയം കിട്ടില്ലല്ലോ. നമ്മളെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കുഞ്ഞുവാണെങ്കിൽ ഫ്രൈഡ് റൈസ് കഴിക്കില്ല. അവൾ മന്തി വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ആ വെച്ച ചോറും തന്നെ കുറച്ച് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ട് 2 ചിക്കനും മന്തി മസാലയൊക്കെ ഇട്ട് വേവിച്ച് ഒരു മന്തി, ചെറിയൊരു മന്തി ഓക്കും ഉണ്ടാക്കി വെച്ചു. അവൾ ഫ്രൈഡ് റൈസ് കഴിക്കുകയില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അതിൽ പച്ചക്കറി ഉള്ളതുകൊണ്ടിരിക്കും. അവൾ പച്ചക്കറി കഴിക്കാൻ പൊതുവേ മടിച്ചാണ്. പിന്നെ നമ്മളവിടെ ഭക്ഷണം കഴിക്കാൻ മോൻ്റെ ഫ്രണ്ട്സ് 2 ഫ്രണ്ട്സും ഉണ്ടായി. മോൻ്റെ ഫ്രണ്ട്സാണ്. അവർക്കൊക്കെ ഞാൻ കൊടുത്തു. മയോണൈസ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു ഭക്ഷണം കഴിക്കായിരുന്നു. എങ്ങനെയുണ്ട് മോനെ ചോറ്? പിന്നെ അടിപൊളിയാണെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.